അതായത് മഹാവിഷ്ണു കയ്യിലേന്തുന്ന സുദർശന ചക്രം എന്നത്, ആ രൂപം എന്നത് ഈ പ്രപഞ്ചത്തെ ആണ് സൂചിപ്പിക്കുന്നത്. ആ ചക്രം എന്നത് പ്രപഞ്ചം തന്നെയാണ്. ആ പ്രപഞ്ചം എന്നത് ശിവനും ശക്തിയുമാകുന്നു. അതിന്റെ ചലനം എന്നത് ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ചലനഗതിയാണ്. ആ ചക്രത്തിന്റെ ചലനം എങ്ങനെയാണ്? ചക്രം ചുഴറ്റിക്കൊണ്ടിരിക്കും അല്ലേ? ആ കറങ്ങുന്ന ചക്രം നമ്മൾ നോക്കൂ, ഈ പ്രപഞ്ചത്തിൽ എന്തിനെ നമ്മൾ എടുത്തു നോക്കിയാലും അതിന്റെ പ്രവർത്തനം എന്നത് ഈ ചക്രരൂപേണയായിരിക്കും. ഇപ്പോൾ നമ്മുടെ ശരീരം എടുത്തു നോക്കൂ. അപ്പോൾ നമ്മുടെ ശരീരം രൂപപ്പെടുന്നത് മണ്ണിൽ നിന്നുമാണ്. തിരിച്ചത് മണ്ണിലേക്ക് തിരിച്ചു പോകുന്നു അല്ലേ? ഇനി നമ്മൾ ശ്വസിക്കുന്ന വായു എടുത്തു നോക്കുക. അത് ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്നു. പുറത്തേക്ക് വിടുമ്പോൾ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് തിരിച്ച് മരങ്ങളിലൂടെയൊക്കെ തിരിച്ച് വീണ്ടും ഓക്സിജൻ ആയി നമ്മളിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. ഇനി നമ്മുടെ കല്ല് നോക്കുക. ഈ കല്ലെന്ന് പറയുന്നത് എന്താണ്? കല്ലെന്ന് പറയുന്നത് മണ്ണാകുന്നു. ഈ കല്ല് മലമുകളിൽ നിന്നും താഴേക്ക് വീണ് നദിയിലേക്ക് വീണ് പല തേയ്മാനങ്ങൾ സംഭവിച്ച് പൊടിഞ്ഞ് മണ്ണായി തീരുകയും ഈ മണ്ണ് അതിന്റെ മുകളിലേക്ക് പുതിയ മണ്ണ് വന്ന് വീഴുമ്പോൾ താഴേക്ക് പോയി ഹൈ പ്രഷറിൽ ഈ പറയുന്ന മണ്ണ് വീണ്ടും കല്ലായി മാറുകയും അങ്ങ് ഉള്ളിലേക്ക് താഴേക്ക് പോകുമ്പോൾ ഹൈ പ്രഷർ കൊണ്ട് ഇത് ഉരുകി ലിക്വിഡ് ഫോമിലേക്ക് വരും, ദ്രാവക രൂപത്തിൽ വരികയും അത് വീണ്ടും ലാവയായി ഒഴുകി ആണ് പാറ, നമ്മൾ കാണുന്ന ഈ പാറകളൊക്കെ അങ്ങനെ രൂപപ്പെട്ടിരിക്കുന്നതാണ്.